അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ പിടിയിലായ മുഖ്യപ്രതി നജീബിന്റേത് അന്തർ സംസ്ഥാന റാക്കറ്റാണെന്ന് സ്ഥിരീകരിക്കുന്നു പോലീസ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ഇരകളുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. റാക്കറ്റിലെ ഏജന്റുമാരെക്കുറിച്ചും സ്വകാര്യ ആശുപത്രികളുമായുള്ള ഇവരുടെ ബന്ധത്തെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നജീബ് സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2007 കർണാടക ഉള്ളാളിൽ കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. ശരൺ വിവരങ്ങൾ നൽകും. ശരണി, നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യരാണ് ഇവരുടെ ഇരകൾ. ഒരു ഡീലിൽ നിന്ന് ലഭിക്കുന്നത് 30-40 ലക്ഷങ്ങൾ വെച്ചാണ്. ഇവരുടെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയത് അത്രയും ഉന്നതരുടെ പേരുകളാണ്. അന്തർ സംസ്ഥാന ബന്ധങ്ങൾ മാത്രമല്ല, രാജ്യാന്തര റാക്കറ്റുമായുള്ള ഇവരുടെ ബന്ധം പോലും സംശയിക്കപ്പെടുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികളും പ്രധാനപ്പെട്ട ഡോക്ടർമാരും ഇവർക്ക് ഒത്താശ ചെയ്തോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനാവശ്യമായ വ്യാപകമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഷിഹാസ്, മുഖ്യ പ്രതിയായ നജീബിന്റെ രാജ്യാന്തര ബന്ധം സംബന്ധിച്ച വലിയ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിനിടയിലാണ് ഇയാളുടേത് അന്തർ സംസ്ഥാന റാക്കറ്റാണ് എന്നുള്ളത് പോലീസ് വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇന്നലെ ഗാസിയാബാദിൽ നിന്ന് പിടികൂടിയ ഇയാളെ കുന്നത്താട് സ്റ്റേഷനിലെത്തിച്ച് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലൊരു മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അവയവ കച്ചവടത്തിന്റെ ഇരകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരൊക്കെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പറഞ്ഞിരിക്കുന്നത് വിദേശത്തേക്ക് താൻ ആരെയും കൊണ്ടുപോയി അവിടെ വച്ച് അവയവ കച്ചവടം നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത് രാജ്യാന്തര റാക്കറ്റിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് ഇയാളെന്നുള്ളതാണ്. ഇതിൽ വ്യക്തത വരുത്താനാണ് നജീബിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇയാളുടെ റാക്കറ്റിൽ ആരൊക്കെയാണ് ഏജന്റുമാരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്, ഒപ്പം തന്നെ ഈ ഏജന്റുമാർക്ക് സ്വകാര്യ ആശുപത്രികളുമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തത വരുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇയാളുടെ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. അതിൽ പ്രധാനമായും അവയവ കച്ചവടത്തിന്റെ കണക്കുകളും വിവരങ്ങളുമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇയാളുടെ ഉന്നത ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുള്ളതാണ്. കർണാടകയിൽ ഒരു കൊലക്കേസിലെ പ്രതിയാണ് ഇയാൾ. ഇതിനു പുറമെ തന്നെ കേരളത്തിൽ സാമ്പത്തിക തട്ടിപ്പ്, കവർച്ചയടക്കം നിരവധി കേസുകളിൽ പ്രതിയാണെന്നുള്ളതും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.